ഗാസയിൽ വെടിയൊച്ച നിലയ്ക്കുന്നില്ല. പ്രാദേശിക ഗ്രൂപ്പുകളും ഹമാസും തമ്മിലുള്ള സംഘർഷം തലവേദനയായി തുടരുന്നു. അതിനിടയിൽ ഇസ്രായേൽ സൈന്യത്തെ ഹമാസ് ആക്രമിച്ചെന്ന റിപ്പോർട്ട് വരുന്നു. തെക്കൻ ഗാസയിലെ റാഫയിലാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. IDF തിരിച്ചടിച്ചതായി ഇസ്രായേലും അവകാശപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെ വിമർശിച്ച് ഇസ്രായേൽ രംഗത്തു വന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആരോപണം ഹമാസ് നിഷേധിച്ചു. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം നടന്നത്. മാസങ്ങളായി ഹമാസിന് ഈ മേഖലയിൽ യാതൊരു സ്വാധീനവുമില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഹമാസ് നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. തുടർന്ന് IDF ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം അറിയിച്ചു. മാർച്ചിൽ പോരാട്ടം പുനരാരംഭിച്ച് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ തങ്ങളുടെ പ്രവർത്തകരുമായുള്ള ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന യാതൊരു സംഭവവുമായും തങ്ങൾക്ക് ബന്ധമില്ല. ഇവരിൽ ആരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെയുള്ള ഞങ്ങളുടെ ഏതെങ്കിലും പോരാളികളുമായി ആശയവിനിമയം നടത്താനും കഴിയില്ല, ഹമാസിൻ്റെ സൈനിക വിഭാഗം അറിയിച്ചു. ഹമാസ് വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഇസത്ത് അൽ റിഷഖ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലാണ് വെടിനിർത്തൽ ലംഘിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിനിടെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തി. ആക്രമണത്തിൽ ബസ് യാത്രക്കാരായ 11 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം നടന്ന സെയ്തൂൺ മേഖലയിലെ തങ്ങളുടെ വീട് പരിശോധിക്കാനായി പുറപ്പെട്ട കുടുംബമാണ് ആക്രമിക്കപ്പെട്ടത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തെ ഹമാസ് അപലപിച്ചു. ഇസ്രായേലിന് ന്യായീകരിക്കാവുന്ന ഒരു കാരണവുമില്ലെന്നാണ് ഹമാസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇസ്രായേലിൻ്റെ ഷെൽ ബസ്സിന് മുകളിൽ പതിച്ചത്. 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സൈനിക പിന്മാറ്റം ആരംഭിച്ചതും. അതേസമയം ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിലുള്ള മേഖലയിലേക്കെത്തിയ സംശയാസ്പദമായ വാഹനത്തിന് നേരെ വെടിയുതിർത്തതാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശദീകരണം. വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിലെ നിബന്ധനകൾ അനുസരിച്ച് ഗാസ മുനമ്പിൻ്റെ പകുതിയിലധികം മേഖലയിലും ഇസ്രായേൽ സൈനികർ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗാസയിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നുവെന്ന് കാട്ടി ഹമാസിനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തി. വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്നും ആവർത്തിച്ചാൽ നടപടിയുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും. ജനങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടുമെന്ന് അറിയിപ്പിലുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങിയ ഇടങ്ങളിൽ ഗാസയിൽ വിവിധ ഗ്യാങ്ങുകളും ഹമാസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചവരെന്ന് കാട്ടി ഒരു കൂട്ടം ആളുകളെ വെടിവെച്ചു കൊന്ന വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിലവിൽ ഗാസയിലെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സുരക്ഷാ സേന വരാൻ പോവുകയാണ്. ഈ സുരക്ഷാ സേനയെ ഈജിപ്റ്റ് നയിക്കുമെന്നാണ് വിവരം. തുർക്കി, ഇന്തോനേഷ്യ, അസർബൈജാൻ എന്നീ രാഷ്ട്രങ്ങളും ഇതിനായി സേനയെ നൽകും. എന്നാൽ യൂറോപ്യൻ, ബ്രിട്ടീഷ് പങ്കാളിത്തം സംയുക്ത സേനയിൽ ഉണ്ടാകില്ല.